അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള സേമിയോണ്ട് ഒരു ഫുഡ് ഉണ്ടാക്കട്ടോ. ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിതാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു ചെറിയ അളവിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയ്ക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ അളവിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കണം. നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷേ ടേസ്റ്റ് കുറവായിരിക്കും. നെയ്യിലൊക്കെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലൊന്ന് വറുത്തെടുക്കണം. ഇനി അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സേമിയ അതിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല നെയ്യ് എടുക്കാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നെയ്യ് തന്നെ വേണം. ഇനി ഇതൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിതാ ഒരു 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാല് കിടന്നിട്ട് വേവണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ഹാഫ് വേവ് ആവണ സമയത്ത് ലേശം തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിതാ മധുരം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മധുരം ഇല്ലാതെ ഞങ്ങൾ ഉപ്പാക്ക് മധുരം പറ്റില്ല. അപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ലേശം മധുരം ഇല്ലാതെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. മധുരത്തിന് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതോടൊപ്പം ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർക്കാൻ ഞാൻ മറന്നു. ഉപ്പ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിതാ മധുരം ഇല്ലാതെ കോരി വെച്ചത് ഞാൻ ലേശം കൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് മധുരം ഇട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിതാ ലേശം കൂടി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ മധുരം ഇല്ലാത്ത കോരി മാറ്റിയില്ലേ അത് ചെയ്തതാണ്. ഇതാ നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.